ഹലോ, ഞാൻ കുറച്ച് മടിയൊക്കെയുള്ള കൂട്ടത്തിലെന്നറിയാലോ. ഇടയ്ക്കൊരു കാലത്ത് ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് സൂംബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വഴിക്ക് എത്താണ്ട് നിർത്തിയ ഒരാളല്ലേ ഞാൻ. അപ്പം ഞാനിപ്പോൾ തീരുമാനിച്ചു, എന്തായാലും വളരെ സീരിയസ് ആയിട്ട് ജിമ്മിനെ ഞാനിനി കാണണമെന്ന്. അങ്ങനെ നാട്ടിൽ നിന്ന് എടുത്ത തീരുമാനമായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെയുള്ള എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ശ്രേയ. അപ്പോൾ ശ്രേയ പറഞ്ഞു, ഇന്നൊന്നും നോക്കണ്ട, നമ്മൾ നേരെ പോകും ജിമ്മിലേക്ക് കേട്ടോ. അങ്ങനെ രാവിലെ കൺമണിനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഞാൻ നല്ല റെഡി ആയിട്ടാണ് ഇറങ്ങിയത്. കൺമണീനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. കൺമണിയുടെ സ്കൂളിൽ 10 മണി മുതൽ 10:30 വരെ ഇതുപോലെ സൂംബ ഡാൻസൊക്കെയാണ് കേട്ടോ. മക്കൾക്ക് അത് എന്ത് റിഫ്രഷിങ് ആയിരിക്കും അല്ലേ. നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലല്ലോ. കുട്ടികൾക്കും അതുപോലെ ടീച്ചേഴ്സിനും ഇതൊരു റിഫ്രഷ്മെൻറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. പുറത്തിതായി ഇതുപോലത്തെ ഒരു ചെറിയ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ അമ്മമാരൊക്കെ കൂടിയിട്ട്. അവിടുന്ന് ഞാനും ഷെയും നേരെ ബൈ ബൈ പറഞ്ഞ് ജിമ്മിലേക്ക് പോയിട്ടോ. ഈ ജിമ്മിൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇവിടെ ഒരുപാട് പരിചയക്കാരുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെയാണ് നമ്മൾ ഈ ജിം ചൂസ് ചെയ്തത്. ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തരാം. ഇതാണ് ശ്രേയ. ശ്രേയൻ്റെയും എൻ്റെയും വൈബ് വളരെ 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 മാച്ചിങ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു ഷെയ്ഡ് അപ്പാർട്ട്മെൻറ്റിലേക്ക്. ഷെയ്ഡ് അപ്പാർട്ട്മെൻറ്റ് കൺമണിയുടെ സ്കൂളിൻ്റെ വളരെ അടുത്താണ് കേട്ടോ. അപ്പോഴേക്കും ബാക്കി അമ്മമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൺമണി പറഞ്ഞു, ഇന്ന് പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റില്ല, പ്ലേ ഗ്രൗണ്ടിൽ കുറച്ച് സമയം കളിക്കണമെന്ന്. അങ്ങനെ അവളെ കളിക്കാനൊക്കെ വിട്ടു. അവിടെ നിന്ന് വരുമ്പോഴേക്കും അടുത്ത ഡിമാൻഡ് ഉണ്ടായിരുന്നു പോപ്കോൺ വാങ്ങിച്ചു തരണമെന്ന്. നേരെ വിട്ടു മോറിലേക്ക്. അവൾ പോപ്കോണൊക്കെ കഴിച്ചു. ഞാനതുപോലെ ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു. എന്നിട്ട് നേരെ വന്നു വീട്ടിലേക്ക്. ഒരു ദിവസത്തിൻ്റെ പാതി പോയത് ഞാൻ അറിഞ്ഞേ ഇല്ല കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ ബൈ.